ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാലോ ഗൈസ്, വ്യാഴാഴ്ച ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് മെയിൻ്റനൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. നമുക്ക് 7:30 ആയപ്പോഴത്തേനും ഗെയിം ഓപ്പണായി കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എന്തൊക്കെ വന്നു എന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. പഴയ പ്ലേയേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ വിനീഷ്യസ് ജൂനിയറൊക്കെ ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, പിന്നെ ഹാരി കെയ്ൻ ഉണ്ട്, പിന്നെ നമ്മുടെ യമാലുണ്ട്, ഡീലേറ്റ് ഉണ്ട്, ഡിംബെല്ലെ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം കൊള്ളാവുന്ന കുറച്ച് പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ഈ പ്ലെയർ ഓഫ് ദി കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസ് പോലും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ മറ്റേ ഒരു എപ്പിക് പ്ലെയറിന് എടുക്കാൻ പറ്റുമെന്നാണ് എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പറ്റുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവിലേക്ക് നോക്കാം ഗൈസ്. ഒബ്ജക്റ്റീവിനകത്ത് പുതിയ ഒബ്ജക്റ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം എന്തായാലും. യെസ് ഗൈസ്, പുതിയ ഒബ്ജക്റ്റീവ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്മൾ എന്തായാലും ഫ്രീ സ്പിന്നൊക്കെ എടുത്ത് കറക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കറക്കിയിട്ട് നമുക്ക് ആരും കിട്ടുമോ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ അത് നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ഇടാം ഗൈസ്. അപ്പോൾ എന്തായാലും വേറെ നമുക്ക് കോയിൻ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, PvP മാച്ചിൽ നോക്കുവാണെങ്കിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൻ്റെ ഇതൊന്നും നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. കാരണം നമുക്ക് അവർ ബുധനാഴ്ച അവന്മാർ നമുക്കൊരു ഇത് തന്നായിരുന്നു, കോയിൻ ഇവൻ്റ് തന്നായിരുന്നു. ഈ കോയിൻ ഇവൻ്റ് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് മിക്കവാറും കോയിൻ ഇവൻ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ്, കോയിൻ ഇവൻ്റ് ഇല്ല. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗൈസ്. മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, യൂറോപ്യൻ ക്ലബ്ബ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഓക്കെ, പുതിയ സ്പാനിഷ് ക്ലബ്ബ് ലെജൻഡിൻ്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ട്. ബ്ലിസ്കേലർ, മെസ്സിയൊക്കെ ഉണ്ട്. MSN ഇതുണ്ട്, MSN ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ കളിക്കാനൊക്കെ ഉള്ളവർ കളിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കറക്കി നോക്കാം പ്ലെയർ ഓഫ് ദി വീക്കിൽ ആരെ കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് ടാർഗറ്റൊക്കെ ഉണ്ട്. എന്തായാലും ഒക്കെ നോക്കാം ഗൈസ്. നമ്മളെന്തായാലും മറ്റേ എപ്പിക് പാക്കിൻ്റെ വീഡിയോ നമ്മളെന്തായാലും ഇടാം ഗൈസ്. എനിക്ക് ഈ പാക്ക് കറക്കണം എന്നുണ്ട്. ഞാൻ ഒരു ട്രൈ എടുത്തായിരുന്നു, എനിക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മുടെ എപ്പിക് പാക്ക് ഇതിനകത്ത് നിന്ന് എന്തായാലും ഒരാൾ എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ആരെടുക്കുമെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് ഒബ്ജക്റ്റീവ് നല്ല ഫ്രീ സ്പിൻ എടുത്തിട്ട് അതെന്തായാലും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ഇടാം ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. പ്ലെയർ ഓഫ് ദി വീക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ യമാലാണ് ഗൈസ്. യമാലിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഇല്ല. അപ്പോൾ യമാലാണ് ഒരു ടാർഗറ്റ്, ബൂസ്റ്റർ കാർഡാണ്. യമാൽ ഒരു ടാർഗറ്റാണ്. പിന്നെ നമ്മുടെ ഈ ഗോളി, നമ്മുടെ AC മിലാൻ്റെ ഗോൾ കീപ്പറിൻ്റെ ഒരു ടാർഗറ്റാണ്. ഇവർ രണ്ടുപേരും മാത്രമാണ് എൻ്റെ ടാർഗറ്റായിട്ടുള്ളൂ. വേറെ ആരും അങ്ങനെ എനിക്ക് വേണമെന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് എന്തായാലും നോക്കാം. എൻ്റെ ഇതിനകത്ത് ഉള്ള പ്ലേയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, ഉള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് ആരെനിക്ക് ഉള്ളത്, ഡാർവിൻ നൂണിൻ്റെ ഒരു കാർഡ് എൻ്റെ ഉണ്ട് ഗൈസ്. പക്ഷേ അത് ഈ പ്ലെയർ ഓഫ് ദി ആണോന്ന് അറിയില്ല. ഏതൊരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഉണ്ട്. പിന്നെ ഇതേ സെയിം കാർഡ് എൻ്റെ ഉണ്ട് ഗൈസ്, ഇവൻ്റെ സെൻറ്റർ ഫോർവേഡിൻ്റെ. പിന്നെ അതേ സെയിം കാർഡ് എൻ്റെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവന് വേണമെന്നില്ല. മിക്കവാറും എനിക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ തന്നെ കൊനാമി തരുമെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ഇതിനകത്ത് എനിക്ക് എൻ്റെ ഉള്ളത് ഈ ഡീലേറ്റ്, ഇതേ കാർഡ് എൻ്റെ ഓൾറെഡി ഉണ്ട് ഗൈസ്. പിന്നെ ഹാരി കെയിൻ്റെ കാർഡൊക്കെ എൻ്റെ ഉണ്ട്. പാൽമറിൻ്റെ ഇതേ കാർഡ് എൻ്റെ ഉണ്ട് ഗൈസ്. പിന്നെ ഹാരി കെയിൻ്റെ വേറൊരു കാർഡ് ഉണ്ട്, 103 റേറ്റ് കയറുന്നൊരു കാർഡ് എൻ്റെ ഉണ്ട്. പിന്നെ വിനീഷ്യസിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും ടാർഗറ്റ് വെക്കുന്നത് യമാലിന് വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ യമാലിനെ കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഹെർ വി ഗോ. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. നമ്മുടെ യമാലിനെ കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പോൾ നമുക്കെന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ എമാൽ, കൊനാമി പ്ലേസ് എമാലിനെ കിട്ടുമോ ഇല്ലയോ അറിയില്ല ഗൈസ്. നോക്കാം എന്തായാലും. പ്ലേസ് കൊനാമി യമാൽ ഇല്ല ഗൈസ്. ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും അടിയിലുള്ള പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. 33 പ്ലേയേഴ്സൊക്കെ ഇല്ല ഗൈസ്. നോക്കട്ടെ, ഇതാരാണ്? ഇംഗ്ലീഷ് ലീഗിലെ ഏതോ പ്ലെയറാണ്.
37 നമ്പർ. ഇതാരാണ് ഗൈസ്? ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ സെൻറ്റർ ബാക്കാണ്. അപ്പോൾ സെൻറ്റർ ബാക്കിന് നമുക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടി കിടന്ന പ്ലേയേഴ്സിനൊന്നും അല്ല കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവൻ ബിൽഡപ്പാണ്. നോക്കട്ടെ, ലോക്ക് എന്തായാലും ചെയ്ത് ഇട്ടേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവൻ ഡിസ്ട്രോയർ കാർഡാണ്. കുഴപ്പമില്ല, സ്റ്റാറ്റ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഞാൻ കളിപ്പിക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, കിടക്കട്ടെ. നമുക്ക് അടിയിലുള്ള പ്ലേയേഴ്സിനെ കിട്ടുന്നതിനേക്കാളും ഭേദമാണ്. ഓക്കെ, രണ്ടാമത്തെ റോയിലുള്ള പ്ലെയറിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ മറ്റേ എപ്പിക് പ്ലേയേഴ്സിൽ നിന്ന് ആരെ എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ. ബൈ ബൈ ബൈ.